സർക്കാർ അറിയണം കാട്ടിലെ ആദിവാസിന്റെ കോലം ചെയ്യലൊക്കെ എങ്ങനെയൊന്നും ഒരുപാട് കഷ്ടപ്പാടുണ്ട്. രാവിലെ ഒരു കട്ടച്ചാ വെള്ളം കുടിക്കത്തെ കണ്ട അരി സാധനം നമ്മളെ ഏറ്റി പോണത് ഭയങ്കര കഷ്ട. മരുന്ന് മേടിക്കാൻ അങ്ങനെ തന്നെ നടന്നു പോണം. ഏറ്റിക്കൊണ്ടു പോകും. പ്രസവ കേസാണെങ്കിൽ അങ്ങനെ ഏറ്റിക്കൊണ്ടു പോകും. കയ്യില് കത്തിയോ വാളോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പുറത്തേക്കിറങ്ങാറ്. മലവെള്ളപ്പാച്ചിലിൽ അലറിയൊഴുകുന്ന ചാലിയാറിന് കുറുകെ ചങ്ങാടം തുഴയുന്ന കാടിന്റെ മക്കൾ. മുണ്ടക്കൈയിൽ പൊട്ടിയ ഉരുളിനൊപ്പം ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ അവർ കരയ്ക്കെത്തിക്കുമ്പോൾ ജീവൻ പണയം വെച്ചിറങ്ങിയ ആ ഹീറോകളെ തേടിയായിരുന്നു ഞങ്ങളുടെ യാത്ര. രക്ഷാപ്രവർത്തനത്തിനുണ്ടാക്കിയ അതേ മുളച്ചങ്ങാടത്തിൽ ഞങ്ങളും ചാലിയാർ കടന്നു. രക്ഷാപ്രവർത്തനത്തിന് മാത്രമല്ല, ഏതു കുത്തൊഴുക്കിലും അതുമാത്രമാണ് കാടിന്റെ മക്കൾക്ക് ആശ്രയം. കഴിഞ്ഞ 5 വർഷങ്ങളായി ചാലിയാറിനക്കരെ 4 കോളനികളിലെ 600ഓളം പേർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ആകെയുള്ള ഒറ്റ ചങ്ങാടം. '19 പ്രളയത്തിൽ തകർന്നതാണ് ഏക നടപ്പാലം. ചാലിയാർ കടന്നാൽ ഫോറസ്റ്റ് ഓഫീസാണ്. സമീപത്തായി ഇരുട്ടുകുത്തി കോളനി. മറ്റു കോളനികളിലേക്ക് ഇനിയുമേറെയുണ്ട് ദൂരം. ശശിയേട്ടനൊപ്പം വാണിയമ്പുഴ കോളനി ലക്ഷ്യമാക്കി ആനത്താരകളിലൂടെ ഞങ്ങൾ നടന്നു. 2019 പ്രളയത്തിൽ ചാലിയാർ കരകവിഞ്ഞൊഴുകിയപ്പോൾ തകർന്നതാണ് വാണിയമ്പുഴ കോളനി. കൂട്ടത്തിൽ ശശിയേട്ടന്റെ വീടും. ഉരുൾപൊട്ടി മലവെള്ളപ്പാച്ചിൽ വന്ന് കുറേ വീടും ആളിന് വന്ന നാശനഷ്ടം സംഭവിക്കത്തില്ല. പകൽ 3 മണിക്കായതുകൊണ്ട് ആൾക്കാർക്കൊരു പ്രശ്നം, ആളനാശം സംഭവിക്കപ്പെടാം. ഭൂമി ഇത്ര ഉള്ള ഈ കാണുന്ന ഏരിയ ഗതിമാറി ഒഴുകിയത് കാരണം വീടും സ്ഥലവും നഷ്ടപ്പെട്ടു. എൻ്റെ വീട് ഇപ്പം പുഴ ഒഴുകുന്നിടത്തായിരുന്നു. ഇപ്പം പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ 2 വീട് പുഴ ഒഴുകുന്നിടത്ത് കൂടെ ആയിരുന്നു. അതിൻ്റെ സൈഡിന് അങ്ങനെ കരയായി അവിടെ ഒരു 4-5 വീടും ഉണ്ടായിരുന്നു. വാണിയമ്പുഴ കോളനിക്ക് നടുവിലൂടെ ചാലിയാർ വഴിപിരിഞ്ഞൊഴുകിയപ്പോൾ തരിപ്പപ്പൊട്ടി കോളനിയും കുമ്പളപ്പാറ കോളനിയും മറുകരയിലായി. നൂൽക്കമ്പിയിൽ തൂക്കിയിട്ട മുളമ്പാലത്തിലൂടെയുള്ള സാഹസിക യാത്ര തന്നെ വേണം ഇവർക്ക് വീടെത്താൻ. ഭിന്നശേഷിക്കാരനായ ബിജുവിനെയും കൊണ്ട് അച്ഛനും അമ്മയ്ക്കും പുറത്തേക്ക് വരണമെങ്കിൽ ഇങ്ങനെ 2 പ്രാവശ്യം ചാലിയാർ താണ്ടണം. ഈ പാലത്തിന്റെ അവസ്ഥ ഇതാണ്. ഇതേമാതിരി തന്നെയാണ് താഴെയും ഇവിടെ അങ്ങനെ തന്നെയാണ്. അവിടെ ഈ പാലം തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവിടുന്ന് വരികയാണെങ്കിൽ ഇവിടെ വരുന്ന ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതുകൊണ്ട് വേണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനും. എത്ര വെള്ളം ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഇതേ പാലത്തിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ പോയി വരേണ്ടത്. നടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. മറ്റേ കൈയും പിടിച്ചിട്ട് ഇറക്കണതും കയറ്റുന്നതൊക്കെ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൈ പിടിച്ചിട്ട് ഇറങ്ങിയ കയറി നമുക്ക് വരാതെയും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ ഞങ്ങൾ ഈ വഴിക്ക് തന്നെ വന്നു പോയത്. വീടുകളുടെ അസ്ഥിവാരവും തകർത്ത ചാലിയാർ കുത്തിയൊലിച്ചെത്തിയ ആ വൈകുന്നേരം വാണിയമ്പുഴ കോളനിക്കാർ മറക്കില്ല. തൊട്ടടുത്തുള്ള കുന്നിൻമുകളിലേക്ക് പ്രാണനും കയ്യിൽ പിടിച്ചോടിയതും തിരിച്ചുപോക്കില്ലാത്ത വിധം തകർന്ന കോളനിക്ക് പകരം അവരാ കുന്നിൻമുകൾ വീടാക്കി. നീല ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടി മുള തല്ലിച്ചതച്ച് ചുമരാക്കിയ ആ കൂരകളിൽ ജീവിതം തുടങ്ങിയിട്ട് 5 വർഷങ്ങൾ. ഇവരും പ്രളയബാധിതരായിരുന്നു. ഇനിയും പുനരധിവസിപ്പിച്ചിട്ടില്ലാത്ത പ്രളയബാധിതർ. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടവർ. എന്തെങ്കിലും ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളപ്പ ഇവിടെ പട്ടിണിക്കാണ്. ആ കണ്ണൊക്കെ കുറെ വെള്ളം നിറയാണ്. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയാണ്. പുലി ഇറങ്ങാറുണ്ട് രാത്രി. അപ്പൊ ഞങ്ങക്ക് കയ്യില് കത്തിയോ വാളോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പുറത്തൊക്കെ ഇറങ്ങാറ്. ഞങ്ങക്ക് ബുദ്ധിമുട്ട് ഈ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴേക്കാരം ആ ബുദ്ധിമുട്ട് തീരുന്നത്. പിന്നെ കൂടുതൽ സൗകര്യമില്ലാത്തത് ബാത്റൂമാണ്. പെൺകുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ദൂരം പോയപ്പോൾ ഉണ്ടായി. അപ്പം ഏത് രാത്രി ആയാലും ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോവുക. തിന്നു കൂട്ടിച്ചു. പിന്നെ റൂമിൽ കിടക്കാന്ന് അല്ലാതെ ഷെഡ് റൂമിൽ അത്രേ ഉള്ളൂ. അതാണെങ്കിൽ നനവാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളമാണ്. വെള്ളമാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ദാർപ്പായിട്ടിട്ട് കുട്ടികളെ അവിടെ കടത്തുറക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ സംഭവം. മഴയൊന്ന് ആഞ്ഞു പെയ്താൽ കൊടുങ്കാടിന് നടുവിലെ
പ്ലാസ്റ്റിക് ചോർന്നൊലിക്കും. വിധിയെ പഴിക്കാനല്ലാതെ സ്വയം ശപിക്കാനല്ലാതെ ഇവർക്കൊന്നിനുമാകുന്നില്ല. ഇല്ലാഞ്ഞിട്ട് കൈക്കാവറലിന്റെ ഉള്ളിലല്ലേ കൂടി നിക്കണത്. ഇങ്ങനൊക്കെ ആവുമ്പോ പ്രളയം വന്ന് കൊണ്ടുപോട്ടെ. അല്ലാതെ ഇപ്പൊ എന്താ, പാലല്ല എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ചാലിയാറിന് ഇങ്ങോട്ടങ്ങോട്ട് ഇല്ലാന്ന്. ആ ചങ്ങാടല്ലെങ്കിൽ കണക്കന്നെ. അതുമ്പോ കുട്ടി ഇങ്ങോട്ടങ്ങോട്ട് കയറി വരും, അരിയായിട്ടും സാധനമായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഈ സംഭവം ആനകളും ഇതൊക്കെ ഉള്ളത് കൊണ്ട് അത് ഫെൻസിങ്ങും ഇല്ല. പിന്നെ പുലികളും ആനകളും ആ ഒരു ശല്യം വേറെ തന്നെയാണ്. എന്നാലും ഞങ്ങളെ കുട്ടികളെയും ഞങ്ങളെ ജീവനെയും കാക്കുന്നുണ്ട്. ഇവിടെ ഈ കൂരയ്ക്ക് പകരം അടച്ചുറപ്പുള്ളൊരു വീട്, അത് മാത്രമാണ് ആഗ്രഹം. കാടിന്റെ മക്കൾക്കായി സർക്കാർ പതിച്ചു തന്ന ഭൂമിയാണ് അന്ന് ചാലിയാർ എടുത്തത്. ആ ഭൂമി തിരികെ നൽകാമെന്നും പകരം ഈ കുന്നിൻമുകൾ നൽകണമെന്നും വനം വകുപ്പിനോട് എത്രയോ തവണ ആവശ്യപ്പെട്ടു. ITDP മുഖേന പരാതിയും നൽകി. കാടുപേക്ഷിച്ചു പോരാൻ ഇവർക്കാകില്ല. കോളനിയിലുള്ള നിരവധി കുട്ടികൾ പുഴയ്ക്കക്കരെയുള്ള സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ മഴക്കാലമായാൽ മാസങ്ങളോളം ഇവർക്ക് അവധിക്കാലമാണ്. കോളനിക്ക് പഞ്ഞകാലവും. ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ ബുദ്ധിമുട്ടാണ്. സ്കൂളിൽ പോകണം, നെറ്റിക്കുളം പോകണ്ടേ നടന്നിട്ട്. അപ്പം ഇപ്പോൾ പോണില്ല. കുട്ടിയൊക്കെ തന്നെ പേടിയാ ഇക്കരക്ക് അക്കരക്ക് കടക്കാന്. ആ ചങ്ങാടത്തുമ്മ കയറണ്ടേ. ചെറിയ കുട്ടികൾക്കൊക്കെ പേടിയാ. അതുകൊണ്ട് ആരും പോണില്ല പഠിക്കാൻ. ഒക്കെ ഇവിടെ തന്നെ ഒക്കെ ഉണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ പൗരന്മാരായി പരിഗണിച്ചില്ലെങ്കിലും വോട്ട് ചെയ്യാൻ കൃത്യമായി കാടിറങ്ങുന്നവരാണിവർ. ബുദ്ധിമുട്ട് വേറെ ആരും അറിയണില്ല. വോട്ടിന് അങ്ങനത്തെ സംഭവം ആകുമ്പോൾ എല്ലാവരും പാഞ്ഞെത്തും. അതിപ്പോൾ ഏത് കാടിൻ്റെ ഉള്ളിലേക്കാണെങ്കിലും ആൾക്കാർ അവിടെ എത്തിക്കഴിഞ്ഞു. തലയിൽ റേഷനരി ചുമടുകളുമായി കോളനികളിലേക്ക് പോകുന്നവരാണ്. ചങ്ങാടം കയറി എത്തിയാൽ വീണ്ടും 6 കിലോമീറ്ററുകൾ നടന്നാലേ ഇവർക്ക് കുടിലുകളിൽ എത്താനാവൂ. മരുന്ന് മേടിക്കാൻ അങ്ങനെ തന്നെ നടന്നു പോകണം. ഏറ്റിക്കൊണ്ടു പോകും. പ്രസവ കേസാണെങ്കിലും അങ്ങനെ ഏറ്റിക്കൊണ്ടു പോകും. എൻ്റെ മരുമോളും അവിടെ പ്രസവ കേസായി. അപ്പൊ ഇത്രയും ദൂരം ഏറ്റിയാണ് വന്നത്. പാലം വേണം ഞങ്ങൾക്ക് ഭയങ്കര അടങ്ങാരാണ്. സുഖലത്തെ ആൾക്കാർ വരുന്ന അവരെ ഏറ്റാണ്. പിന്നെ അരി വരുമ്പോൾ അരിയും ഏറ്റാണ്. അതൊക്കെ ഇവരോർക്കണ്ടേ. ഇവർക്ക് അറിയാനുള്ളത് തന്നെ അതൊക്കെ. പിന്നെ നമ്മൾ മാത്രമൊന്നല്ല ഈ വർത്തന പഠിച്ചത്. എല്ലാവരും വർത്തന പഠിച്ച ആൾക്കാരാണ്. ഞങ്ങൾ പറയണത് എന്തെന്നാ, ഞങ്ങൾക്ക് പാലം വേണം, ഞങ്ങൾക്ക് റോഡ് നന്നാക്കണം, ഞങ്ങളെ കോളനി വരെ വണ്ടി വരണം. സുഖലത്തെ ആൾക്കാരെ ഏൽക്കേണ്ടി വരും. പിന്നെ അരി വരുമ്പോൾ അരിയും ഏറ്റണ്ടേ. പിന്നെ കുട്ടികൾ സുഖലതാകുമ്പോൾ കുട്ടികളെ ഏറ്റി പോകേണ്ടി വരും. അതൊക്കെ ഞങ്ങൾ എല്ലാവരോടത്തും ഞങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾക്കൊരു പാലം വേണമെന്ന് സർക്കാർ അറിയണം. കാട്ടിലെ ആദിവാസിന്റെ കോലം ചെയ്യലൊക്കെ എങ്ങനെയൊന്നും ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇനി പാനിന്റെ ഇടക്കൂടാണ് ഈ കുട്ടികളെയും മക്കളെയും അരി എടുത്തിട്ട് പോണത്. പോകുമ്പോ എന്താ ചെയ്തെന്നാ, എവിടെയെങ്കിലും ആന നിൽക്കും. ആ ആന കാണുമ്പോൾ അരി അവിടെ ഇട്ടിട്ട് കുട്ടികളെടുത്തിട്ട് ഞങ്ങൾ എന്തെങ്കിലും തിരിമാറി ഞങ്ങൾ പോകും. അതും കൂടെ ഇവരോർക്കണ്ടേ. കാടിന് നടുവിലൂടെയുള്ള കോൺക്രീറ്റ് റോഡ് തകർന്നു കിടക്കുന്ന വാണിയമ്പുഴ കോളനി വരെയാണ്. അത് കഴിഞ്ഞ് ഘോരവനം. പോകാൻ അനുമതിയില്ലാത്തതിനാൽ ഞങ്ങൾ തിരികെ നടന്നു. തമിഴ്നാട്ടിൽ നിന്ന് കോളനിക്കാർക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ ചങ്ങാടത്തിലെത്തുന്നുണ്ടായിരുന്നു. മഴക്കാലമാകുമ്പോൾ ഇതുപോലെ വല്ലപ്പോഴും എത്തുന്ന ഭക്ഷ്യസാധനങ്ങളാണ് ഏക ആശ്വാസം. രക്ഷാപ്രവർത്തനത്തിൽ ചങ്ങാടം തുഴഞ്ഞവരിപ്പോൾ കോളനിയിലേക്കുള്ള കടത്തുകാരാണ്. കാടിനോട് യാത്ര പറഞ്ഞ് ചാലിയാറും കടന്ന് ഞങ്ങൾ തിരികെ പോന്നു. അപ്പോഴും കാർത്തികയുടെ കണ്ണുനീർ നെഞ്ചു പൊള്ളിച്ചുകൊണ്ടിരുന്നു.